നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നാളെയാണ് ഫ്ലോറന്റീനോ പെരസ് പറഞ്ഞ ദിവസം, ചൊവ്വാഴ്ച. 150 മില്യൺ യൂറോയുടെ ബിഡ് കൊടുക്കും ഒരു ഗലാറ്റിക്കോ സൈനിങ്ങിന് വേണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. അതാരാണെന്ന് തപ്പിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ട്രാൻസ്ഫർ അപ്ഡേറ്റ് നൽകുന്ന ഫുട്ബോൾ ജേർണലിസ്റ്റുകൾ. ഫബ്രീസിയോ റൊമാനോ ഒക്കെ പറഞ്ഞു അത് മൈക്കൽ ഒലീസയാണെന്ന്. പല സ്പാനിഷ് മാധ്യമ പ്രവർത്തകരും പറഞ്ഞു മൈക്കൽ ഒലീസയാണെന്ന്. എന്നാൽ ആദ്യം ഇത് പുറത്ത് വിടുമ്പോൾ തന്നെ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലോറന്റീനോ പെരസ്. ഒലീസ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, ഹാരി കെയ്ൻ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, ഹാലൻഡ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും പിന്നെ ഹോസെ ഫെലിക്സ് ഡയസും ഫബ്രിസിയോ റൊമാനോയും ഒക്കെ വിശ്വസിച്ചത് അത് ഒലീസ തന്നെ ആയിരിക്കുമെന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വലിയ രൂപത്തിലുള്ള ഒരു മറുപടി ബയേണിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. ഒലീസെ അങ്ങനെ വിൽക്കാനുള്ളയാളല്ല. ഒലീസെ ഞങ്ങളുടെ ക്ലബ്ബിൽ ദീർഘകാലത്തേക്ക് കോൺട്രാക്റ്റ് ഉള്ളയാളാണ്, ഞങ്ങളുടെ ക്ലബ്ബ് ഒരു സെല്ലിംഗ് ക്ലബ്ബല്ല എന്നാണ് ബയേണിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത്. അതോടുകൂടി ആ ഡീല് നടക്കാനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിലേക്ക് ഇപ്പോൾ ഫുട്ബോൾ എക്സ്പേർട്ടുകൾ പോകുന്നു. ഇതാ പാട്രിക് ബർഗർ, അദ്ദേഹം സ്കൈ സ്പോർട്സിൻ്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകളൊക്കെ നൽകുന്നയാളാണ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, ഹൂലിയൻ അൽവാരസിൻ്റെ കാര്യത്തിൽ റയൽ മാഡ്രിഡ് ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അദ്ദേഹം അവൈലബിൾ ആണോ എന്ന കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ആർ അണ്ടർസ്റ്റുഡ് ടു ഹാവ് മെയ്ഡ് എൻക്വയറീസ് അബൌട്ട് അർജന്റീൻ സ്ട്രൈക്കർ ആൻഡ് റേറ്റ് ഹിം വെരി ഹൈലി. വളരെ ഹൈ ആയിട്ട് തന്നെ അദ്ദേഹത്തെ റേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ എത്തിക്കാനുള്ള സാധ്യത അവരാരായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് എങ്ങനെയായാലും ഒരു 150 മില്യൺ യൂറോയുടെ ഓഫറൊക്കെ വരികയാണെങ്കിൽ ഹുലിയൻ അൽവാരസിനെ റയൽ മാഡ്രിഡിലേക്ക് കൊടുക്കാൻ തയ്യാറായിരിക്കുമെന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. ഫബ്രീസിയോ റൊമാനോ ഇക്കാര്യത്തിൽ പറഞ്ഞത്, ഞാൻ ഹുലിയൻ ടു റയൽ മാഡ്രിഡ് റൂമർ ഞാൻ റയൽ മാഡ്രിഡിൻ്റെ അടുത്ത വൃത്തങ്ങളോട് ചോദിച്ചു, അവർ പറഞ്ഞ നോ കമൻ്റ് എന്നാണ്. ഹുലിയൻ ആൽവാരസിൻ്റെ അടുത്ത വൃത്തങ്ങളോട് ചോദിച്ചു, അവരും പറഞ്ഞ നോ കമൻ്റ് എന്നാണ്. സോ വി ഹാവ് ടു ബി പേഷ്യൻ്റ് ആൻഡ് സീ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാത്തിരുന്ന് കാണാം എന്നാണ്. അതായത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല ഫബ്രീസിയോ റൊമാനോ എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡ് 150 മില്യൺ യൂറോയുടെ ഒരു ഓഫറൊക്കെ കിട്ടിയാൽ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇതാ ഹോസെ ലൂയിസ് സാഞ്ചസിൻ്റെ റിപ്പോർട്ട് വരുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗലാക്റ്റിക്കോ നടക്കാൻ പോകുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്ക്ഡ് ആയിട്ടുണ്ട്. ഒരു ഗ്രേറ്റ് പ്ലെയറാണ്. 150 മില്യൺ യൂറോക്ക് അദ്ദേഹത്തെ വിൽക്കാൻ ക്ലബ്ബ് തയ്യാറാവുന്ന ഒരു പ്ലെയറെയാണ് എന്തായാലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം സാൻഡി ഔന ഈ വിഷയത്തിൽ പറഞ്ഞത്, ഒലീസെ ബയേണിൽ സ്റ്റേ ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അദ്ദേഹത്തിന് അവിടെ വിട്ടുപോകാൻ ഇമ്പോസിബിൾ ആയിരിക്കും എന്ന് തന്നെയാണ്. അതേസമയം റയൽ മാഡ്രിഡ് ഇപ്പോൾ എൻസോ ഫെർണാണ്ടസിൻ്റെ കാര്യത്തിലും ഒരു ഡീൽ നടത്താനുള്ള സാധ്യത റൂൾഡ് ഔട്ട് ആക്കുന്നില്ല എന്നുകൂടി സാന്റിയോനോ പറയുന്നു. എൻസോ ഹാസ് ഓൾവേസ് ബീൻ അട്രാക്റ്റഡ് ബൈ റയൽ മാഡ്രിഡ് ആൻഡ് ദി ഇൻട്രസ്റ്റ് റിമൈൻസ് എന്ന് അദ്ദേഹം പറഞ്ഞതോടൊപ്പം തന്നെ റയൽ മാഡ്രിഡ് ആർ ബിഗ് ഫാൻസ് ഓഫ് അലക്സിസ് മാക്കലിസ്റ്റർ എന്നുകൂടി പറഞ്ഞത്. ചുരുക്കത്തിൽ അർജന്റീൻ താരങ്ങളിലേക്ക് ഫോക്കസ് തിരിയുന്നുവോ എന്നൊരു ചോദ്യമുണ്ട്. ഫ്ലോറന്റീനോ പെരസ് ഇപ്പോൾ പറയുന്നത് ഹി വിൽ സൈൻ ഗലാക്റ്റിക്കോ ആൻഡ് ഇറ്റ് വിൽ ബി എ ബോംബ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ എൽ ചിരിങ്കോറ്റോ ടിവിക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞത്. ഒരു ബോംബായിരിക്കും, ആ ഒരു ഗലാക്റ്റിക്കോ സൈനിങ് നടത്താൻ പോകുന്നു എന്നാണിപ്പോൾ എന്തായാലും ഫ്ലോറന്റീനോ പെരസ് ആവർത്തിച്ചു പറയുന്നത്. അതേസമയം ഫെർണാണ്ടോ ഹിഡാൽഗോ, ഹുലിയൻ ആൽവാരസിൻ്റെ ഏജൻറ്റ്, ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഹുലിയൻ ടു റയൽ മാഡ്രിഡ് നോബഡി ഹാസ് കോൺടാക്റ്റഡ് അസ് എന്നാണ്, ഞങ്ങളെ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും കാര്യങ്ങൾ വലിയ രൂപത്തിൽ ഇപ്പോൾ ട്വിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി. നാളെയാണ് ആ നിർണായക ദിവസം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.